ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സൈനിക താവളങ്ങൾക്കും ആണവ നിലയങ്ങൾക്കും അപ്പുറം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഊർജ്ജ മേഖലയെ തകർക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇരുപക്ഷവും സ്വീകരിക്കുന്നത്. ഇറാന്റെ ഗ്യാസ് പൈപ്പ് ലൈനുകൾക്കും മറ്റ് ഊർജ്ജ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇരുപക്ഷത്തു നിന്നും കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. മാനുഷികമായ കാരണങ്ങളാലും വരും ദിവസങ്ങളിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ കൂടുതൽ ലക്ഷ്യം വെക്കപ്പെടുമോ എന്ന ആശങ്കയുമാണ് ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ. അമേരിക്കയുമായി സഹകരിച്ച് ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും വലിയ വാതക പ്ലാന്റായ ഇറാന്റെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ വൻ ആക്രമണം നടത്തി. ഈ ആക്രമണം ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ എണ്ണ വാതക പാടങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടത്തുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പശ്ചിമേഷ്യ കൂടുതൽ ഭീതിയിലാവും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നിവിടങ്ങളിലെ 5 ഊർജ്ജ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നതായാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയത്. ആക്രമണത്തെയും തുടർന്നുള്ള ഇറാന്റെ ഭീഷണിയെയും തുടർന്ന് എണ്ണ വാതക വിലകൾ കുതിച്ചുയർന്നു. ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി വാർത്ത സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എണ്ണവില ബാരലിന് ഏകദേശം $110 ഉയർന്നു. ആഗോള മാനദണ്ഡമായ ബെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $109.91 ചൊവ്വാഴ്ചത്തെ വിലയേക്കാൾ 5% വർധന. സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിലെ ഇറാന്റെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ലക്ഷ്യമിട്ടതായി ഒരു ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UK ബെഞ്ച് മാർക്ക് ഗ്യാസ് വിലയും 6% ഉയർന്ന് $143.53 പിന്നീട് അത് $140 താഴെയായി. ഇറാന്റെ ഊർജ്ജ മേഖലയുടെ സുപ്രധാന കേന്ദ്രമായ അസലുയയിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ആക്രമണം ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഉടനടി വ്യക്തമല്ല. സൗദി അറേബ്യയിലെ സാംറഫ് റിഫൈനറി, ജുബൈൽ പെട്രോ കെമിക്കൽ കോംപ്ലക്സ്, UAEയിലെ അൽ ഹോസൻ ഗ്യാസ് ഫീൽഡ്, ഖത്തറിലെ റാസ് ലഫാൻ റിഫൈനറി, മിസൈദ് പെട്രോ കെമിക്കൽ കോംപ്ലക്സ് എന്നിവയാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് കരുതപ്പെടുന്നു. ഇറാന്റെ തെക്കൻ ബുഷർ പ്രവിശ്യയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡാണ്. ഈ ഗ്യാസ് ഫീൽഡിൽ ഖത്തറിനും ഒരു പങ്കുണ്ട്. ഗ്യാസ് ഫീൽഡിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രയേലിനോടും അമേരിക്കയോടും ഖത്തർ അതൃപ്തി പ്രകടിപ്പിച്ചു. സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിലെ തീപിടുത്തം അന്താരാഷ്ട്ര ഗ്യാസ് വിതരണത്തിന്റെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്നതിനാൽ ഊർജ്ജ വിതരണ പരിമിതികളുമായി ഇതിനകം പൊരുതുന്ന ഒരു ലോകത്തിന് ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗ്യാസ് റിസർവോയറായി കണക്കാക്കപ്പെടുന്ന നോർത്ത് ഡോം സൗത്ത് പാസ് റിസർവോയറിന്റെ ഭാഗമാണിത്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള ഊർജ്ജ വിപണികളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പ്. ഈ ഫീൽഡ് എല്ലാ വർഷവും കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയും ഇറാന്റെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. ഖത്തർ ഈ ഫീൽഡിൽ നിന്ന് വലിയ അളവിൽ LNG വാങ്ങി വേർതിരിച്ചെടുത്ത് ലോകത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം പാടത്തെ പ്രധാന സംസ്കരണ യൂണിറ്റുകളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടാണ് തീപിടുത്തമുണ്ടായത്. ഇത് പല പ്രദേശങ്ങളിലേക്കും പടർന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര സംഘങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ എണ്ണവില ഗ്യാസിനേക്കാൾ വേഗത്തിൽ ഉയരുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് വിപണികൾ ആദ്യം പ്രതികരിക്കുന്നത് ഭൂരാഷ്ട്രീയ അപകട സാധ്യതകളോടും വിതരണ ആശങ്കകളോടുമാണെന്നാണ്. സാധാരണയായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ എണ്ണവില കുത്തനെ ഉയരും. അതേസമയം യഥാർത്ഥ വിതരണ തടസ്സങ്ങളെ അടിസ്ഥാനമാക്കി ഗ്യാസ് വില പിന്നീട് ഉയരും. കൂടാതെ പ്രകൃതിവാതക വിലയിലെ വർധനവ് കാണിക്കുന്നത് സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അപകട സാധ്യത വ്യാപാരികൾ ഇതിനകം തന്നെ ഗ്യാസ് വിലയിൽ കണക്കാക്കുന്നുണ്ടെന്നാണ്. കടുത്ത പ്രയോഗത്തിലേക്ക് ഇരുപക്ഷവും ഇറങ്ങിയതിന്റെ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ സംഭവിച്ചേക്കാമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. അവ ഇവയൊക്കെയാണ്: 1. ഇറാന്റെ ആഭ്യന്തര വരുമാനത്തിന്റെയും വിദേശ നാണ്യത്തിന്റെയും പ്രധാന സ്രോതസ് പെട്രോളിയം പ്രകൃതിവാതക കയറ്റുമതിയാണ്. സൗത്ത് പാസ് പോലുള്ള വാതക പാടങ്ങളും ഗാർക്ക് ഐലൻഡ് പോലുള്ള ഓയിൽ ടെർമിനലുകളും ആക്രമിക്കപ്പെടുന്നത് ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ സഹായിക്കുന്നു. ഇറാന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ 90%-ലധികവും പ്രകൃതിവാതകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അസലൂയ പോലുള്ള ഗ്യാസ് പ്രോസസിംഗ് ഹബ്ബുകൾ ആക്രമിക്കപ്പെടുന്നത് രാജ്യത്ത് കടുത്ത വൈദ്യുതി ക്ഷാമത്തിന് കാരണമാകുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കാനും
സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഇറാൻ തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ കേന്ദ്രങ്ങളെ, ഉദാഹരണത്തിന് സൗദിയിലെ റിഫൈനറികൾ, ഖത്തറിലെ റാസ് ലഫാൻ ലക്ഷ്യം വെക്കുന്നു. ഇത് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കാനും ലോകരാജ്യങ്ങൾക്കിടയിൽ യുദ്ധം നിലനിർത്താൻ സമ്മർദ്ദമുണ്ടാക്കാനും കാരണമാവും. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 5/1 നടക്കുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഈ പാത തടസ്സപ്പെടുത്തുന്നതും അടുത്തുള്ള ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതും ആഗോള വിതരണ ശൃംഖലയെ നിശ്ചലമാക്കും. ഇറാന്റെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇറാന്റെ ഗ്യാസ് ഉൽപാദന ശേഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിന് പകരമായി സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണ ഭീഷണി ഉയർത്തുകയും ചിലയിടങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സൈനികമായി മാത്രം പോരാടുന്നതിന് പകരം ശത്രു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സാമ്പത്തിക യുദ്ധമെന്ന നിലയിലേക്കാണ് ഈ സംഘർഷം മാറിയിരിക്കുന്നത്. ഇന്ത്യയും ഇത് സാരമായി ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ തന്നെ പാചകവാതകത്തിന്റെ ക്ഷാമം രാജ്യത്ത് രൂക്ഷമാകുന്നതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണം ഇന്ത്യയിലെ ഗ്യാസ് വിലയിൽ നേരിട്ടുള്ളതും ഗണ്യമായതുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാർച്ച് 18 നടന്ന US-ഇസ്രയേൽ ആക്രമണങ്ങളിൽ അസലുയയിലെ ഫേസ് 14 പോലുള്ള സംസ്കരണ പ്ലാന്റുകൾ, പൈപ്പ് ലൈനുകൾ, യൂണിറ്റുകൾ എന്നിവ തകർന്നു. ഇത് തീപിടുത്തങ്ങൾക്ക് കാരണമാവുകയും ഗ്യാസ് ഉൽപാദനം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തു. മാർച്ചിന്റെ തുടക്കത്തിൽ ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ ഖത്തർ എനർജിയുടെ റാസ് ലഫാൻ, മെസൈദ് സൗകര്യങ്ങൾ ആക്രമിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദകരായ ഖത്തർ എനർജിയെ ഉൽപാദനം പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർബന്ധിതരാക്കി. ഇത് ആഗോള LNG വിതരണത്തിന്റെ ഏകദേശം 20% ബാധിച്ചു. ഇന്ത്യ LNG ആവശ്യങ്ങൾക്കായി ഖത്തറിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഖത്തറിന്റെ ഉൽപാദന സ്തംഭനവും ഹോർമുസ് കടലിടുക്കിലെ സംഘർഷവും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുന്നു. ഇന്ത്യ പ്രതിവർഷം 14 ദശലക്ഷം ടണ്ണിലധികം LNG ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കൂടാതെ രാജ്യത്തിന്റെ LPGയുടെ 80 മുതൽ 85% ഗൾഫിൽ നിന്നാണ്. എങ്കിലും അല്പം ആശ്വാസം നൽകുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിലെ നിർണായകമായ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രയേൽ ഇനി ആക്രമണം നടത്തില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമായ പശ്ചിമേഷ്യയിലെ പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തറിന്റെ ഊർജ്ജ സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നതിനെതിരെ ടെഹ്റാന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മധ്യേഷ്യയിൽ നടന്നതിൽ രോഷം കൊണ്ട് ഇസ്രയേൽ ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന സൗകര്യത്തിനെതിരെ അക്രമാസക്തമായി ആക്രമണം നടത്തി. ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. മൊത്തത്തിൽ താരതമ്യേന ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ. സൗത്ത് പാസ് ആക്രമണങ്ങളിൽ നിന്ന് വാഷിംഗ്ടണിനെ അകറ്റി നിർത്താൻ ട്രംപ് തിടുക്കം കാണിച്ചു. ഇത് പൂർണ്ണമായും ഒരു ഇസ്രയേലി ഓപ്പറേഷൻ മാത്രമാണെന്ന് അവകാശപ്പെട്ടു. ഈ പ്രത്യേക ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഖത്തർ എന്ന രാജ്യം ഒരു തരത്തിലും രൂപത്തിലും ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല. അത് സംഭവിക്കുമെന്ന് അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും ഖത്തറിന്റെ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് വ്യാഴാഴ്ച പുലർച്ചെ രാജ്യത്തെ പ്രധാന ദ്രവീകൃത പ്രകൃതിവാതക കേന്ദ്രമായ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഗൾഫ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായ ഈ സ്ഥലം സംഘർഷത്തിനിടയിൽ ആവർത്തിച്ച് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിനിടെ ഇറാനെതിരായ സൈനിക നീക്കത്തിലെ അടുത്ത ഘട്ടങ്ങൾ പരിഗണിക്കുന്നതിനിടെ ആയിരക്കണക്കിന് US സൈനികരെ വിന്യസിക്കുന്നത് ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യത്തിന്റെ ഗണ്യമായ വികാസം ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിശാലമായ ഓപ്ഷനുകൾ നൽകുക എന്നതാണ് നിർദ്ദിഷ്ട സൈനിക വിന്യാസങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു US ഉദ്യോഗസ്ഥനെയും ചർച്ചകളെയും കുറിച്ച് പരിചയമുള്ള ഒന്നിലധികം സ്രോതസ്സുകളെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് പറയുന്നുണ്ട്.